ഓരോ ചുവടും 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 മുന്നോട്ട് മുന്നോട്ട് നാടിന്റെ നന്മയ്ക്കായി മുന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട് മുന്നോട്ട് നാടിന്റെ നന്മയ്ക്കായി മുന്നോട്ട് എക്സൽ സോഷ്യൽ അവയർനെസ് മീഡിയ എക്സൽ സോഷ്യൽ അവയർനെസ് മീഡിയ. നമസ്കാരം, എൻ്റെ പേര് അനുപ്രസാദ്. ഞാൻ തിരുവല്ല എക്സൈസ് സർക്കിൾ ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തി കോർഡിനേറ്ററും കൂടിയാണ്. അപ്പോൾ ഇന്നേ ദിവസം ഇരുവിപ്പേരൂർ സെൻറ്റ് ജോൺ സ്കൂളിൽ എക്സലൻസ് സോഷ്യൽ മീഡിയ അവയർനെസ് പ്രോഗ്രാമിൻ്റെ നല്ലൊരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഞാൻ കോളേജ് ലെവലിൽ ക്ലാസ് എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ഒരു ബോധവൽക്കരണത്തിന് ഉപരി നമുക്കൊരു ദൃശ്യാവിഷ്കാരമാണ് ഈ ടീം നമുക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് ഇന്നത്തെ ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം എനിക്ക് ബോധ്യമായി. കാരണം നമ്മൾ സംസാരിച്ചൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയും. പക്ഷെ ഒരു ദൃശ്യാവിഷ്കാരമാകുമ്പോൾ അവർക്കത് എന്നും ഓർത്തെടുക്കാൻ കഴിയും. അപ്പോൾ അതിന് പിറകിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരികയാണ്. ഇപ്പോൾ ലഹരി മാഫിയ സംഘങ്ങൾ നമുക്ക് നിയന്ത്രണ അതീതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലും നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് രീതിയിലായാലും ഇതിനെ തടയിടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം സർക്കിൾ ഓഫീസായാലും നമുക്ക് അതിനുപരി ഒരു റേഞ്ച് ഓഫീസുണ്ട് കറ്റോട്, അവിടെയും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. തിരുവിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ നമ്മൾ NDPS കേസുകൾ കണ്ടെടുക്കുന്നുണ്ട്. ലഹരി മാഫിയ സംഘങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ സമീപിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമായി അവർക്ക് നമുക്ക് സൗജന്യമായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തരും. അത് ഉപയോഗിച്ച് നമ്മളെ അതിൻ്റെ ഒരു തീവ്രമായ അഡിക്ഷനിൽ എത്തിച്ചതിന് ശേഷം അവർ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പിന്നീട് അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആവശ്യപ്പെടും. അപ്പം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കോളേജിൽ പോകുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ വേണ്ടുന്ന പൈസ കാണത്തില്ല. അതിനുവേണ്ടി അവർ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അവരുടെ സ്വന്തം കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും കൊടുക്കത്തില്ല. അത് മറ്റുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവർക്കാണ് കൊടുക്കുന്നത്. അതിപ്പോൾ അത് വിദ്യാർത്ഥികളെ കൊണ്ട് മാത്രമേ അത് അവരൊരു ദൃഢമായ രീതിയിൽ നിന്നാലും മാത്രമേ അത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരുന്നാലും മാത്രമേ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. അവരെല്ലാവരും ഒരു നല്ലൊരു പോലീസ് ഓഫീസറെ പോലെ ആക്ട് ചെയ്യണം. അവരത് ഒരിക്കലും ഉപയോഗിക്കുകയും ചെയ്യരുത്, മറ്റുള്ളവരെ അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യരുത്. ഓക്കെ, താങ്ക് യു.